തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. പ്രണയമണിത്തൂവൽ പൊഴിയും ഭവിയമഴ, മഴവിൽ കുളിരമ്പ് വിഴിഞ്ഞൊരു വർണ്ണമഴ, തോരാത്തത് ഈ മഴ, ഗന്ധർവഗാനം ഈ മഴ, ആദ്യാനുരാഗരാമഴ. പവിഴമഴിത്തൂവൽ പൊഴിയും വർണ്ണമഴ, മഴവിൽ കുളിരമ്പ് വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹം ഈ മഴ. ഭയങ്കര മഴ തന്നല്ലേ ഈശോട്ടാ? തന്നടേ തന്നെ, കാലവർഷം പൊടിക്കല്ലേ. ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ ഐഡിയ എന്തോന്നറിയോ? എന്താ ഐഡിയ? തിന്നാൻ. അയ്യോ, അത് കണക്കിന് നടക്കണുണ്ടല്ലോ. നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാം. എന്ത് സ്പെഷ്യൽ? എന്തെങ്കിലും സ്പെഷ്യൽ നോക്കാം. എന്താണത് കയ്യില്? ചുക്കാപ്പി കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, ചുക്കാപ്പി എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് 10 മിനിറ്റ് മുന്നേ നീ കുടിച്ചേ. 10 മിനിറ്റ് മുമ്പല്ലേ? 10 മിനിറ്റ് മുന്നേ. ചേച്ചി, ഈശോടൻ പറയാ ഈ മഴയത്ത് ഇങ്ങനെ ഇരുന്നാ മതിയോ, വേറെ എന്തെങ്കിലും ചെയ്യണ്ടേന്ന്. അങ്ങനെ ശിവ, ഞാൻ പറഞ്ഞതേ, നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കണത് ഒരുമാതിരിയല്ലേ. ഒരു കാര്യം ചെയ്യാം, പാറുവേ, നീ പോയി നിന്റെ ബുക്ക് എടുത്തുണ്ടോ, നിന്നെ പഠിപ്പിക്കാം. ഒച്ച പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. എന്തോന്ന്? എടാ എന്തോന്നറിയ, നല്ല മഴയൊക്കെ ആയിട്ട് ചുമ്മാ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? ബോറടിക്കുന്ന വീട്ടിലിരുന്നിട്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് അങ്ങ് ഒരു 2 റൗണ്ട് നടക്കും. ഇല്ല, ഓ തമാശ. മഴക്കെടി തുടങ്ങിയില്ലേ? ഏറ്റിങ്ങരയിലൊക്കെ 10-15 വാഴ അങ്ങനെ ഒടിഞ്ഞു വീണത്. വടക്കോട്ടാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം കൃഷിക്ക്. ചേട്ടാ, നമുക്ക് പാറമടയില്ലേ വെള്ളം നിറഞ്ഞൊന്നു പോയി നോക്കിയാലോ? അയ്യോ, ചേട്ടൻ പോയി നോക്കിയായിരുന്നു. പാറമടയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പാറമട മാത്രമല്ല, അപ്പുറത്ത് വറ്റിക്കിടന്ന പറമ്പിലും പാടത്തും വരെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. മീനൊക്കെ കിടന്ന് തുള്ളി കളിക്കാൻ ഇങ്ങനെ അത് മോനെ എങ്ങനെ കണ്ട്? ഞാൻ ഇന്നലെ വൈകിട്ട് മഴയൊക്കെ ഒന്ന് തോർന്നപ്പോ പോയി കണ്ടു. ആണോ? എന്നാ എങ്ങോട്ട്? അങ്ങോട്ട്. എന്തായിരുന്നു? മീൻ ഡാൻസ് കളിക്കണാണ്. അയ്യേ, ഞാനും വരുന്നു. നീ അങ്ങോട്ട് പറഞ്ഞതിന്? മീൻ ഡാൻസ് കളിക്കുന്നതാണ്. ഞാൻ ഈ മഴയത്ത് പുറത്തിറങ്ങാതിരിക്കുന്നു. ഡേ ചുമ്മാ മോടെ ഇറക്കല്ലേ, വാ പോവാ. എന്താടാ വാടാ, പൂവാടാ വാടാ. ചേട്ടാ ക്രിഞ്ച് ഫസ്റ്റ് ഓടിക്കുമല്ല. டே நான் ஒன்னு கேட்கவா? தோசைக்கு குழம்பு இல்ல, சட்னி மட்டும்தான் இருக்கு, அது போதுமா? ചമ്മന്തി എങ്കിൽ ചമ്മന്തി, അത് മതി. മുട്ട ഇരിപ്പുണ്ട? இருக்குடா, 2 தாண்டா இருக்கு. പൊരി കുഴപ്പമൊന്നുമില്ല. സെറ്റ്. അപ്പൊ എനിക്കാ? നിനക്കെന്തര്? ഞാനാണ് പൊരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ തിന്നും. അപ്പൊ എനിക്കും വേണം. നീ തിന്നണ്ട. എന്തെടുത്താലും അവൻ എന്നെ മുഴുവൻ വേണം. എന്തൊരു കഷ്ടമായത്. പോയി വന്നിട്ട് കഴിച്ചാ മതി, വാ പോവാ. போய் வருதா? எங்க போய் வருது? പാറമടയുടെ അപ്പുറത്ത് മീൻ പിടിക്കും. மீன் பிடிக்கிறதுக்கா? வேண்டாம் லட்சு, போகாதே, அம்மா தெரிஞ்சா திட்டுவாங்க. അമ്മൂമ്മക്ക് തെരിഞ്ഞാലല്ലേ തിട്ടോളൂ, നമുക്ക് தெரியாതെ നോക്കിയാ പോരെ. അമ്മൂമ്മ അടുത്ത് പറയണ്ട. എവിടെ പോണ എല്ലാരും കൂടി? നോക്കിയിരിക്കത്തേ ഉള്ളു, ഞാനൊന്നുമില്ല. ഭയങ്കര മഴ, തണുപ്പ്. എടാ സാമദ്രോഹി, മഴയത്ത് നിനക്ക് ആ മെർലിന്റെ കൂടെ പുഷ്പിക്കാൻ പോണതിന് കുഴപ്പമൊന്നുമില്ല. ഈ അപ്പുറത്ത് മീൻ പിടിക്കാൻ പോണതിനാണ് നിനക്ക് പ്രശ്നം. ഇപ്പൊ ഇതിനകത്ത് പാവം പിടിച്ച കൊച്ചിന്റെ പേര് പറയും ഞങ്ങള് പറയും. ആ പാറമടയുടെ സൈഡിൽ മെർലിൻ വന്നിപ്പോണെന്ന് പറഞ്ഞാ മതി. ഇവരോട് വാലും മുക്കി ഇറങ്ങി ഓടുമല്ലോ. അതിപ്പോ എപ്പ പോയെന്ന് പറഞ്ഞാ മതി. നീ ഒന്നും പറയാൻ നിക്കണ്ട. നീ ആ റെയിൻകോട്ട് ഇട്ടിട്ട് നമ്മുടെ കൂടെ വാ. നിന്റെ ചൂണ്ടയില്ലേ? അതെ, എന്താടാ വാടാ. ചൂണ്ട ഞാൻ കത്തിച്ചോളാം, ഒടിഞ്ഞു. അപ്പോഴോ പനി പിടിക്കും. അതാ പറഞ്ഞ റെയിൻകോട്ട് ഇട്ടിട്ട് പോവാന്ന്. வேண்டாம், நான் மறுபடியும் சொல்றேன், அம்மா தெரிஞ்சா நல்லா திட்டு வாங்க போறீங்க. ആന്റി അമ്മൂമ്മയുടെ അടുത്ത് പറയാതിരുന്നാ മതി. പിന്നെ ഒരു സേഫ്റ്റിക്ക് പാറുവിനെ ഇവിടെ വെക്കാം. കാരണം ഇവളെ കൊണ്ടുപോയാലാണ് അമ്മൂമ്മക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവളിവിടെ നിന്ന് പ്രോബ്ലം സോൾവ്. എവിടെ വരുമെന്ന്? അമ്മൂമ്മ പാറുവിന് അത്യാവശ്യമായിട്ട് കടയിൽ പോയിട്ട് മുട്ടായി വാങ്ങണമെന്ന്. അതും ഈ മഴയത്ത്. വേണ്ട, എങ്ങും പോകുന്നില്ല. പുറത്ത് ഭയങ്കര മഴയാ. തന്നെയല്ല, മരക്കൊമ്പൊക്കെ ഒടിഞ്ഞു, ലൈൻ കമ്പിയൊക്കെ പൊട്ടി കിടക്കുന്നു പറയുന്ന കേട്ടു. അതുകൊണ്ട് ആരും എങ്ങും പോകുന്നില്ല, ഇവിടെ കുത്തിയിരുന്നാ മതി. കേട്ടല്ലോ പാറു? വെരി ഡേഞ്ചറസ്. അതെ,
പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണ്ടവര് വന്നാ കഴിക്കാം. அம்மா சொன்னது கேட்டீங்கல்ல, எங்கேயும் போகாதீங்க, நல்லா மழை பெஞ்சிட்டு இருக்கு, அவ்வளவுதான். ആന്റി അമ്മൂമ്മയുടെ അടുത്ത് ഞങ്ങൾ പോകുന്ന കാര്യം പറയാതിരുന്നാ മതി. ജസ്റ്റ് പോയിട്ട് പെട്ടെന്ന് ഷട്ടപ്പെട്ടേ നിങ്ങൾ വരാന്ന്. ആന്റി ആന്റി മിണ്ടി പോകരുത്. നീയും കൂടുതൽ മിണ്ടണ്ട, താനും ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഈ കുരിപ്പുണ്ടെങ്കിൽ ഞാൻ വരൂല. അത് ഞാനും പോകുന്നില്ലല്ലോ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, എന്റെ തല ഇതാ ഇവിടെ ഷോക്കേസ് ചെയ്തിരിക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞത് അവൾ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പോവാന്ന്. ആ അവരെന്തേ ചേച്ചിയായിരുന്നു റിവേഴ്സ് ഒക്കെ അടിച്ചിറങ്ങിയായിരുന്നേ? എനിക്കറിഞ്ഞൂടാ. അമ്മൂമ്മ അടുക്കളയിൽ ഇല്ല, പക്ഷെ മഴക്കാറുണ്ട്. കാറുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ നാട്ടുകാർ കാണുമ്പോ നമുക്ക് തലയ്ക്ക് ഓളാന്നല്ലേ വിചാരിക്കുള്ളൂ. എന്തരടേ ഇത്? മഞ്ഞ, ചോപ്പ്, പച്ച, ട്രാഫിക് സിഗ്നലിൽ പോയി നിക്കാം. നമ്മള് ചൂണ്ടിടുമ്പോ മഴ പെയ്ത് എന്ത് ചെയ്യും? നീ എടുത്തിട്ട് ഒരു റെയിൻകോട്ട്. അപ്പൊ പിന്നെ ഇത് തന്നെയല്ലേ നല്ലേ? പോവാന്ന്. ചേച്ചി ഓർക്കണുണ്ടോ, നമ്മൾ പണ്ട് ചെറുപ്പത്തിലെ ഇതേപോലെ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മൾ മൂന്നാലും ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് മഴയത്ത് മീൻ പിടിക്കാൻ പോകുന്നത്. എന്നിട്ട് അന്ന് മീനൊക്കെ പിടിച്ച് തിരിച്ചു വന്ന് അമ്മയുടെ നല്ല അടിയും വാങ്ങി എത്ര ദിവസം പനിച്ച് കിടന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പൊ അമ്മൂമ്മയുടെ നടി മേടിക്കണ നിർബന്ധം ഉണ്ടോ? ഇവിടെ മറ്റേ ട്രാഫിക് ലൈറ്റിന്റെ സിഗ്നൽ പോലെ നിന്ന് കഴിഞ്ഞാൽ അമ്മൂമ്മ വരുമ്പോ കാലവരെ അറിയും. പറഞ്ഞറിയിക്കല്ലേ. കഴിഞ്ഞു കത്തം. ചേച്ചി അബദ്ധം പറ്റിയൊന്നും അതിലോട്ട് വീണ് പോരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചൂണ്ടയെ കൊടുത്ത് ഇട്ട് തരാം, വലിയ മീനെങ്കിലും കിട്ടും. അയ്യോ, എന്നാ പിന്നെ ഇവിടെ ആയല്ലേ? അവിടെ ഇട്ട ടയറേ കിട്ടുള്ളൂടി, കുറച്ചുകൂടെ കയറ്റിടണം. ആണോ? ടയറൊക്കെ ആരുടെ വെള്ളത്തിൽ കൊണ്ടുവിട്ടേക്കണേ? ടയറ് ആര് വെള്ളത്തിൽ കൊണ്ടുവിട്ടേക്കുന്നത്? മീനില്ലേടി, പിന്നെ ടയറിന് എന്താ വന്നൂടെ? ഇവിടെ കൊളുത്ത് സെറ്റായി. തീറ്റ ഓക്കേ. നീ വേണോ? ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ടയറെ കെട്ടത്തുള്ളൂ. അപ്പുറത്തുനിന്ന് ടേച്ചി വാങ്ങോട്ട്. നീ എന്തരി ഇതിനു വേണ്ടി തീറ്റ ഞാൻ ഫുഡ് മാത്രം കൊടുക്കാൻ വന്നേക്കണം. ഇടാൻ പോവാണേ. അങ്ങോട്ട് ഇട്, അറപ്പിക്കല്ലേ. ഇതങ്ങോട്ട് ഞാൻ വല്ലോ. അവിടെ അനക്കൊണ്ട് ഇട്ടോ. അനക്കൊണ്ടോ? അനാക്കോണ്ടേ? അനക്കൊണ്ടില്ല. കൊത്തി വലിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ വലിച്ചതാ. ആരെടി വിളിക്കണേ? എല്ലാം വിളിച്ചാൻ പറയും. ഇവളൊക്കെ എങ്ങനെയാണോ കോളേജ് എത്തി? ഫിഷ്ടാങ്കിലെ മീനിനൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കാം. ചേച്ചി പോടി. അതെ, ഞാൻ കുറച്ചേരം വെള്ളത്തിൽ കളിച്ചു. വെള്ളത്തിൽ കളിച്ചു. പൊന്നു വച്ചേ കുളിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ഓ കുഞ്ഞ് കളിച്ചോട്ടെ. കളിച്ചോ. സൂക്ഷിച്ച കാലൊന്നും ചൊറിയല്ലേ അവസാനം. കുഞ്ഞോ സൂക്ഷിച്ചിറങ്ങട്ടോ, തെന്നിയടിച്ച് വീടല്ലേ. ഇത് സീരിയസ് ആയിട്ട് ചോദിച്ചിരുന്നോ? കളിച്ചോട്ടണേ. നല്ല രസം. മീനുണ്ടോ? മീൻ കുത്തുന്നുണ്ടോ? ബ്രാല് കൊത്തിയാ? അല്ല, കാലെന്തോ കേറി. എന്തോ കേറി കാലില്. എന്റെ കാല് ചെറുക്കോ. പോട്ട് സെറ്റാക്കാം. എന്റെ ചോദ്യമൊക്കെ മിക്കവാറും വാർന്നു പോകും. പിന്നെ ഇരിക്കുന്ന കാലം കണക്കിന് ഒഴിവ് പോവാൻ. പൊന്നു കേശു പോയിട്ട് തുണിയെടുത്തിട്ടോ. പഞ്ഞിയാണെങ്കിലും മതി. മൂക്കി വെക്കാനാ? വെച്ച് കെട്ടാനാടാ.
മരുന്നില്ലെന്ന് പിന്നെ എന്താ? എടേ ഒന്ന് എടുത്തിട്ട് വാ നീ പോ. ഓക്കെ. കൊല്ലാൻ നോക്കുന്നോടി അയച്ചു വെച്ചിട്ട് പോ. കൊണ്ടുവരും. അതെ മുത്തേ പൊന്നെ നോക്കിയ ചക്കര തലകറിയൊന്നും വീഴരുത് കേട്ടാ. ഇപ്പൊ ഞാൻ തലകറിയ വീണ പിന്നെ ഒന്നും ചെയ്യാനില്ല. അമ്മമ്മ അറിയാം എടുത്തിട്ട് നല്ല അടി തരും, ബഹളവും പ്രശ്നവും. തലകറിയ വീണല്ല കേട്ടാ ചക്കര. എന്താ നല്ല വേദനയുണ്ട് കൊച്ചെ. സാരില്ല, പോട്ടെ 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 പോട്ടെ. ഇത്തിരി കുഞ്ഞു മുറിവല്ല, ഇത്തിരി പോന്ന മുറിവല്ലേ. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇന്നാളെ ഒരു ദിവസം പച്ചക്കറി ആയിട്ടപ്പോഴത്തേക്കും കൈ മുറിഞ്ഞിട്ട് താനുള്ള ബോധം കിട്ടി വീണില്ല. അപ്പൊ അതോ അതുപോലെയാണ് ഇത്. അത് കത്തി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയത്. വലിയ മുറിവായിരുന്നു അത്. വീഴതല്ലല്ലോ വിഷയം. ഇവിടെ വലിയ മീനാണ് ഏട്ടാ. ആടി ഇവിടെ കിടന്ന് പിടക്കണ നീ മിണ്ടായി കൊണ്ട് അയ്യോ ചോര. അമ്മമ്മേ. ഇതെന്തോ പറ്റിയതാ? അത് കുപ്പിച്ചില്ല അറിയതാ. എങ്ങനെ കുപ്പിച്ചില്ല കയറി? അത് നടന്നു പോകാൻ നേരത്തെ തെന്നി വീണപ്പോ കുപ്പിച്ചില്ല കയറി. ഒന്ന് പോ, എന്റെ കറിയണം നിനക്ക്. ചോര ചോര നിക്കണ്ടേ പിന്നെ? പൊന്നു ഒന്നാമത് കഷ്ടപ്പെട്ടാണ്. ഇതാശുപത്രി കൊണ്ടുപോണ്ട വരും. എനിക്കും അത് തോന്നുന്നുണ്ട്, മിക്കവാറും പോണ്ട വരുമെന്ന്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാ ഈ മുറിവിന് എങ്ങനെ പോലെ ഒരു 2 സ്റ്റിച്ചും ഒരു വലിയ ഇഞ്ചക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോണ്ട. എങ്ങാനും ഞാൻ ബോധം കെട്ട് വീഴുവാണെങ്കിൽ അന്നേരം കൊണ്ടുപോയാൽ മതി. അയ്യോ ടമ്മേ. എല്ലാം സെറ്റായാലും കേസിന്റെ കണ്ണിൽ പൊടി പോയി. കണ്ണ കുത്തപ്പെട്ടി. என்ன எல்லாரும் இங்க உட்காந்துட்டு இருக்கீங்க? ആന്റി മഴ തൂവത്. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് മഴ പെയ്യുന്ന കാണാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ചുമ്മാ ഇരുന്നതാണ്. சூண்ட போட்டீங்களா? ഇല്ല ആന്റി, നമ്മള് ചൂണ്ടിടാൻ പോയില്ല. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ നിറയെ ചെളിയും പുല്ലും പാമ്പും ഒക്കെ ഉണ്ട്. பாப்பா ആ ചേര. அதனால தானே சொன்னேன் அங்க எல்லாம் போகாதீங்கன்னு. പോയില്ല. என்ன லட்சோ, உன்னோட மூஞ்சி ஒரு மாதிரியா இருக்கு. മൂഞ്ചി എന്ത് മാതിരി എടുക്കുന്ന? ഒന്നും മാതിരി ഇല്ലല്ലോ. കണ്ടോ, ഞങ്ങളിങ്ങനെ മഴയൊക്കെ നോക്കി ചിരിച്ചിരിക്കുവായിരുന്നു. ചേച്ചി ഇരിക്കുന്നത് കണ്ടില്ലോ. ശരിക്കും என்னடா உனக்காச்சு? എനിക്ക് എന്നാ ആச்சு? കനാനി എനിക്കൊരു കാപ്പി കിട്ടൂ. அதுக்கு என்ன? കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ടെ. തൊണ്ട നല്ല വേദന, മഴ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. വയ്യ. உனக்கும் உடம்பு முடியலையா? தரேன். നോക്കോ. വാ വാ വാ. തിരിച്ച് കാലിൽ എന്താ ഇത്? കളിക്കണം കളിക്കണം ചിരിക്കണം. കണ്ണ പോലെ അല്ല കേട്ടോ, ഒടുക്കത്ത് വൈറ്റാണ്. അത് മാത്രമല്ല നല്ല നാക്കിന് നീട്ടവും ഉണ്ട്. ഡേ ചുമ്മാ അടങ്ങിരി. ഞാൻ ആ പുതപ്പോണ്ട് കാല് മൂടിട്ട്. എനിക്ക് വേദന എടുക്കണ്. പിന്നെ കാല് കുറഞ്ഞാ വേദന എടുക്കൂലേ? ആ വേദന എടുക്കണമെന്നല്ലേ ഞാനും പറഞ്ഞത്. എടാ മരുന്നൊന്നും വെക്കാത്തോണ്ടേ ഇത് പഴുക്കോ? ഉറപ്പായിട്ടും പഴുക്കൂലേ? ഈ നമ്മുടെ ഈ ചെളിയിലൊക്കെ അല്ലേ കാല് മറ്റേ കൊണ്ടിങ്ങനെ മുറിഞ്ഞ. അപ്പൊ പറയാൻ പറ്റില്ല, ചിലപ്പോ പഴുത്താലും. ചിലപ്പോ പഴുക്കാണെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്, അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോണം. ചേച്ചി ചക്കര മുത്തേ, ഇന്നത്തെ ഒരൊറ്റ ദിവസം എങ്ങനെയെങ്കിലും അത് കഴിച്ചു കൂട്ടിയാൽ മതി. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ തന്നെ ഇവിടെ ഒരു മനുഷ്യൻ അറിയാൻ ഞാൻ ഏതെങ്കിലും വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ, പ്ലീസ്. കൊണ്ടോളാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കുറച്ച് ബുദ്ധി ഉപയോഗിക്കും. നമുക്കിത് ഇരി ചെവി അറിയാതെ കഴിച്ചെടുക്കാം. ചേട്ടാ, ഹോസ്പിറ്റലിൽ പോകുമ്പോ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ചേച്ചിയോട് അഡ്മിറ്റ് ചെയ്തല്ല. എന്തിന്? ചെലപ്പോ
കാലി കൊണ്ട് കുപ്പിച്ചില്ലേ അവിടെ തന്നെ ഇരിപ്പുണ്ടെങ്കിലോ? അവിടെ ഉണ്ടെങ്കിൽ കൊച്ചേ, അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. നിനക്കെന്ത് മിണ്ടായിരി. എന്തുവാ ഒരാള് കിടക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം ചുറ്റും കൂടി ഇരിക്കുന്നേ? ചേച്ചിക്ക് വയ്യ. വയ്യായോ? വയ്യ. എന്തുപറ്റി? പനി. പനി. ഇച്ചിരി മുമ്പേ അടുക്കള കിടന്ന് ബഹളം വെച്ചിട്ട് പോയവളല്ലേ അവള്? അത് മഴ നനഞ്ഞാ പിന്നെ പനി പിടിക്കായിരിക്കും. പിന്നെ മഴ എപ്പോ നനഞ്ഞു? മഴ പെയ്തോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഇന്നലെ കണ്ട മഴ നനഞ്ഞല്ലേ ചേച്ചി? അല്ല ചേച്ചി, അത് ഞാൻ കണ്ടില്ലല്ലോ നീ മഴ നനയുന്നേ. ചേച്ചി മഴ നനയുന്ന അമ്മൂമ്മ അമ്മൂമ്മയുടെ ഒരു കാര്യം. മറ്റേ മഴ കാണാൻ വല്ലതും പുറത്തിറങ്ങിയപ്പോ നനഞ്ഞായിരിക്കും പാവം പോട്ട്. അതൊന്നും അല്ല, സത്യമായിട്ടാണ്. ആന്ന് പാവം വയ്യാതെ നടക്കണം. അമ്മൂമ്മ നോക്കി നോക്ക്. അയ്യോ, അകത്ത് ചൂടുണ്ട് അമ്മ, അകത്ത് ചൂടുണ്ട്. ഉണ്ടോ? വേണ്ട, തൊട്ട് നോക്കണ്ട, കുഴപ്പമില്ല. നമുക്ക് അറിയാം അകത്ത് ചൂടുണ്ട്. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന? തൊട്ട് നോക്കണ്ട. എന്തോ കാര്യമുണ്ട്. உடம்பு முடியாத கேசுக்கு சூடு காஃபி. കേശുവിന് ഉടമ്പ് മുടിയത്തില്ലെന്നോ? ஆமாம்மா. വയ്യാത്തത് ലച്ചുനല്ലയോ? இல்லம்மா, கேசுக்கு தான் தொண்டவலி. சொன்னா நான் புடிச்சுக்கோ. എനിക്ക് തൊണ്ടവലി. അമ്മൂമ്മ എനിക്ക് തൊണ്ട വേദന, ടോൺസിലൈറ്റിസ്. ചേച്ചിക്ക് പനി. ശിവ ചേച്ചിക്ക് ജലദോഷം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കൂടുതലുള്ള എല്ലാവർക്കും പനി. ഈ കാപ്പി ഞങ്ങൾ 3 പേരുടെ കുടിച്ചോളാം. എന്നാ ശിവ ചേച്ചി കാപ്പി തരാവേ. അതെ, പനി കുറവില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. ഇപ്പോഴത്തെ പനിയാ, വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക്. കൊറേ നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. എന്തായാലും നിങ്ങളൊക്കെ അങ്ങോട്ട് പോ, ഞാൻ ലക്ഷിച്ചൂടെ ഇവിടെ ഇരുന്നോളാം. എന്താ? അതമ്മ ഇപ്പോഴത്തെ പനിയൊക്കെ അല്ലേ, നല്ല മേലുവേദനയെ കാണും. അതുകൊണ്ട് വേദനിച്ച് അമ്മയെന്ന് വിളിച്ചതായിരിക്കും അല്ലേ ചേച്ചി? കണ്ട അതെ. എന്നാ അമ്മൂമ്മ ചെല്ല്. അല്ലമ്മൂമ്മ ചെല്ല്. മറ്റേ എന്താ അമ്മൂമ്മ? ഒന്നുമില്ല. ഓക്കേ അല്ലേ? താനിവിടെ ഇരിപ്പുണ്ടായിരുന്നോ? കണ്ടില്ലേ? ഇതെപ്പ ഇവിടെ എത്തി? നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു പിള്ളേരെ? ഞാനാണെങ്കിൽ ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് മനുഷ്യന്റെ വേലിറങ്ങി. അത് ഞങ്ങൾ പിന്നെ ഫ്രണ്ട് വീട് വരുന്ന പോയതാ. ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ കിടക്കാൻ പറ്റിയ സമയം. ചേച്ചിക്ക് ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയതാണ്. എന്തെന്നാ? അടിക്കണ കേശു വാ. എന്തോന്നത്? ചേച്ചി ഇത് ആഫ്റ്റർ ഷേവ്. നീറോ നീറാനാ? ഇതടിച്ചാല ആദ്യൊരു ചെറിയ ഉറുമ്പടിക്കണ വേദന ഉണ്ടല്ലോ, അതേപോലെ ഒന്നും വരും. പിന്നെ ഫുള്ള് ഭയങ്കര തണുപ്പാ. വേദനയോടെ പോവും. കുറച്ചടിച്ചാ മതി. കുറച്ചടിക്കുള്ളൂ. പിന്നെ പയ്യെ പയ്യെ. സോറി. പിന്നെ കാലനക്കാൻ നിക്കണ്ട കേട്ടോ. അത്രയൊന്നും നീർത്തൊന്നുമില്ല. എന്താ എന്താ പിള്ളേരെ ഇവിടെ? എന്താ என்ன சத்தம்? പനിച്ച് വേർച്ച് വിളിച്ചതാ. ലച്ചു, കുറവില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. പോവാം. லிச்சு, என்ன நீ பொதுப்பெல்லாம் வாயில போட்டுட்டு இருக்க? കനാൻഡി, ഈ തണുപ്പൊക്കെ അല്ലേ, അപ്പൊ തണുപ്പ് അകത്തോട്ട് പോകാതിരിക്കാനും ചൂട് പുറത്തോട്ട് പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ അടച്ചു വെച്ചാ തുറന്നുവിടാ. എന്തായാലും അവളൊന്നും കഴിച്ചില്ലല്ലോ. എന്നാ ബാ വല്ലതും കഴിക്കാം. എനിക്കിപ്പോ വേണ്ട അമ്മൂമ്മ, ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ട അമ്മൂമ്മ, ഇങ്ങോട്ട് മാറ്. അല്ല കഞ്ഞി കൊണ്ടുവന്ന് കൊടുത്താൽ കഞ്ഞി. മക്കളെ എണീറ്റ് വാ, വല്ലതും കഴിക്കാം. ബാ. അമ്മൂമ്മക്ക് എന്തോന്നാണ് ചേച്ചി ഇവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. അമ്മൂമ്മ ചെല്ല്. എന്തിനാ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നേ? അല്ല ശരിക്കും ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്താ
ഒരു പ്രശ്നമില്ല, എനിക്ക് ഇത്ര സമാധാനത്തോടെ ഇരുന്നാ മതി. അമ്മൂമ്മ അമ്മൂമ്മ പോ. ഒരു വക പറഞ്ഞാ കേക്കത്തില്ല. എന്തെങ്കിലും പറയാമെങ്കിൽ അമ്മൂമ്മ പോ. നിനക്ക് വേണമെങ്കിൽ കഴിക്കും. ഞാൻ എന്റെ പാട്ടിന് പോവാ. லிச்சு உனக்கு எழுந்திருக்கவே முடியலையா? അങ്ങനെയൊന്നുമില്ല ആന്റി, ഞാൻ ഓക്കെയാണ്. ആന്റി ആന്റി പോയി കഞ്ഞെടുത്തോണ്ട് വാ. என்ன பாரு இது திட்டி மாதிரி பேசுற? ആന്റി ആന്റി പോയി കഞ്ഞെടുത്തോണ്ട് വാ. നീറ്റിലുണ്ടായിരുന്നല്ലേ? ഞാനിവിടെ നിന്നാ ശരിയാവില്ല. കാല് സൂക്ഷിച്ച്. ഓ മതി സഹായിച്ചിടത്തോളം. ശരി പപ്പ് ഇട്ടരാ നിക്ക്. ഒന്ന് വീട്ടെ ശിവ. പാറുടെ ചേച്ചി സഹായിച്ചോളൂ. പൊന്നു മാറും. കൊന്നതിന് ഒന്നും പറ്റിയില്ല, ഒന്ന് പോയി തരൂ. വിട്ടേ, ഞാൻ ഇരിക്കോളാം. ഓ ശരി. പാറു, നിന്നോടൊന്ന് കൈപിടിച്ച് സഹായിക്കാനാണ് പറഞ്ഞത്, തള്ളിയിട്ട് കൊല്ലല്ല. ചേച്ചിയുടെ പുക കണ്ടേ അടങ്ങുള്ളൂല്ലേ? ചേച്ചി എന്താ ഇവിടെ വന്നിരുന്നേ? അവിടെ പോയി കിടക്കേച്ചി. വേണ്ട, പോയി കിടക്കേച്ചി. കിടക്കുമ്പോഴൊക്കെ നല്ല വേദന. പിന്നെ എങ്ങനെ വേദന എടുക്കാതിരിക്കും? കാല് മുറിഞ്ഞില്ലേ? അയ്യോ, പുതിയ അറിവാണല്ലോ. രാത്രിയാണ് വേദന കൂടാൻ പോകുന്നത്. പാറുമിണ്ടായിരുന്നു. ഓ, എവിടെയായിരുന്നു സഹോദരങ്ങൾ രണ്ടെണ്ണം? ചേച്ചി ഇപ്പൊ എവിടെ എത്തിയത്? ഞങ്ങളെ ചുമ്മാ ബോറടിച്ച സമയത്ത് പുറത്തു വരെ പോയതാ. നിങ്ങൾക്ക് പിന്നെ ബോറടിക്കുമ്പോ പുറത്തു പോവാം, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാം. നമുക്ക് മാത്രം ബോറടിച്ചു കഴിഞ്ഞാൽ റൂമിൽ തന്നെ ഇരിക്കണം, സംസാരിക്കാനും ആരില്ല. അല്ല ചേച്ചി ഇത് എന്തുദ്ദേശിച്ചിട്ടാ? വീട്ടിലുള്ള എല്ലാവരും അറിയിക്കുമ്പോ സമാധാനാവോ? പിന്നെ എത്ര നേരം പറഞ്ഞ മുറി തന്നെ കുത്തിരിക്കണത്? എന്നെ കൂടെ വയ്യ. ചേച്ചി ഇന്നിപ്പോ ദിവസം കഴിയാറായി. നീ ഇപ്പൊ നാളത്തെ ഒരൊറ്റ ദിവസം കൂടെ ഒന്ന് പിടിച്ചു തന്നാ മതി. പിന്നെ മറ്റന്നാളെ ആകുമ്പോഴത്തേനും ചേച്ചിയുടെ കാലിന്റെ കാര്യത്തിൽ തീരുമാനമാവും. കരിയും ഉണങ്ങുമെന്ന്. ചേച്ചി, നമ്മളെ ചേച്ചിയുടെ കൂടുണ്ട്. എന്നിട്ട് കൂടെ കാണാനില്ലല്ലോ, പറച്ചില് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ട്. എന്തുണ്ടെങ്കിലും വിളിച്ചാ മതി. ചേച്ചിക്ക് ഇന്ന് നല്ല ഉറക്കം വേണം. അതുകൊണ്ട് ചേച്ചി ഒറ്റയ്ക്ക് കിടന്നാൽ മതി. ആ, ഞാൻ അമ്മമ്മയോടൊപ്പം കിടക്കാം. അപ്പൊ ഫുൾ ബെഡ് ചേച്ചിക്ക് കിട്ടും. അതെ, ഒന്നാമത് വയ്യാതിരിക്കുകയാണ്. ഈ വേദന കാരണം എന്തായാലും ഇന്നത്തെ രാത്രി എന്റെ ഉറക്കം പോവും. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനൊന്നും വയ്യ. എനിക്ക് ആരെങ്കിലൊക്കെ സംസാരിക്കാൻ വേണം. കൂടെ കിടക്കുമല്ലോ. ഞാനാ അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? ഓ, നിങ്ങൾ രണ്ടുപേരും അങ്ങ് മുങ്ങിയതാണല്ലേ? അല്ല മക്കളെ, അങ്ങനെയല്ല. എന്തായാലും ചേച്ചിയുടെ ഉറക്കം രാത്രി പോവും. രാവിലെ പിന്നെ ക്ഷീണമെന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങാൻ എത്ര വേണമെങ്കിലും സേഫ്. പകലും കാണും വേദന. പക്ഷേ ഈ രാത്രി ഉറങ്ങാതിരിക്കുമ്പോ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. അപ്പൊ ആ ക്ഷീണം കാരണം ബോധം കെട്ട കുറെ പോവും, വേദന ഒന്നും അറിയില്ല. നാളെ ആവുമ്പോ അറിയാം കാല് പഴുത്തോ ഇല്ലയോ ഒന്ന്. പഴുക്കാനാ? പഴുക്കത്തൊന്നും ഇല്ല ചേച്ചി, ചുമ്മാ അവൾ ഓരോന്ന് പറയുന്നതാ. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണം അല്ലേ? എന്ത് കാല് പഴുക്കണതോ? പഴുക്കാനും പഴുക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. ചേച്ചി മിഠായി അടി ഇന്നാ ഉള്ളു കഴിപ്പിക്കല്ലേ. പറഞ്ഞ ചേച്ചി, വേദന കാണും, സഹിച്ചേ പറ്റുള്ളൂ. ജീവിതം എന്നുള്ളത് അനുഭവിക്കണം. കഷ്ടപ്പാടുകളാണ് ചേച്ചി. മക്കൾ ഇവിടെ ഒരു ഇരിപ്പുണ്ടായിരുന്നോ? ഇതാണ്ടേ എന്റെ പൊന്നു മോള് കഞ്ഞി കുടിച്ചാട്ടെ. കുടിക്ക്. എനിക്ക് കഞ്ഞി വേണ്ട. എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ஆமா ஆமா முன்னாடி அந்த மாதிரி தான் இருந்தது. എന്തോ വേദന സഹിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്ത് വേദന സഹിക്കാൻ? അതിനെന്ത് വേദന? ഒരു വേദനയും ഇല്ല. ചേച്ചി ചുമ്മാ ചിരിച്ചോണ്ടൊക്കെ ചില്ല് ചെയ്തിരിക്കുക അല്ലേ ചേച്ചി? മക്കളെ തലവേദന ഉണ്ടോ? ഈ മുഖത്തോട്ട് നോക്കിട്ട് തലവേദന ഉള്ള പോലെ തോന്നുന്നുണ്ടോ? ചിരി 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 ചേച്ചി അങ്ങോട്ട് കണ്ടാ? ചിരിച്ച് എല്ലാവരും ചിരിക്കുന്നത്. ചിരിച്ചങ്ങോട്ട് അമ്മൂമ്മയ്ക്ക് അറിയോ? ഞങ്ങള് കുറച്ചു മുന്നേ അമ്മൂമ്മ
മേടിക്കാൻ പോയി ആ പാറമടയുടെ അപ്പുറത്ത്. എന്നിട്ട് അന്നേരം കാലിലൊരു കുപ്പിച്ചില്ലിന്റെ കഷ്ണം കൊണ്ടുകയറി. അമ്മൂമ്മ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാ വഴക്ക് പറയുന്നത് ഇവര് പറഞ്ഞു. അതുകൊണ്ടാ പറയാതിരുന്നേ. അമ്മൂമ്മക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. ഒന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോ പ്ലീസ്. ഒന്ന് കൊണ്ടുപോ. അല്ല അമ്മമ്മ, അങ്ങനെ ആശുപത്രി കൊണ്ടുപോകാൻ മാത്രമൊന്നും ഇല്ല അല്ലേ ചേച്ചി? തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.